സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ട്രേഡിങ്ങിൽ, എസ്പെഷ്യലി ഡേ ടു ഡേ ട്രേഡിങ്ങിൽ ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ടുള്ള സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നതും കുറച്ചെങ്കിലും രീതിയിൽ ഞാൻ മാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് CPR എന്ന് പറയുന്ന സംഭവം. നിങ്ങൾക്കറിയാം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം റണ്ണായിക്കൊണ്ടിരിക്കുന്നതും. നമ്മളിപ്പം 3 ബാച്ചസ് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഒരു NRI ബാച്ച് കഴിഞ്ഞാൽ നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ബാച്ച് 4 നമ്മൾ എൻ്റർ ആവുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പൊ അത്തരത്തില് ആ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റി നമ്മളൊരു സീരീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയാം. ആ ഒരു സീരീസിന്റെ 8ാമത്തെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്ന ഈ ഓപ്പണിംഗ് CPR ലോജിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഡിസ്ക്ലൈമർ പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു വാർണിംഗ് സൈൻ പോലെ, ഒരു കോഷൻ സൈൻ പോലെ നിങ്ങൾക്ക് ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ CPRന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അതായത് നിങ്ങൾക്കറിയാം CPR എന്ന് പറഞ്ഞാൽ എന്താ പറയുക, CPR വരുന്നു, ടച്ച് ചെയ്യുന്നു, റിവേഴ്സ് ആവുന്നു. അപ്പൊ ഈ ഒരു CPR നമുക്ക് 2 ദിവസത്തെ ഒരു കോറിലേഷൻ, അതായത് പ്രീവിയസ് ഡേയുമായിട്ട് ഒരു കോറിലേഷൻ വെച്ചുകൊണ്ട് കറണ്ട് ഡേയിൽ നമുക്ക് ഓപ്പണിംഗിൽ തന്നെ എന്തായിരിക്കും മാർക്കറ്റ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പക്ഷെ ഇതൊരു ബേസിക് കോൺസെപ്റ്റ് മാത്രമാണ്. അപ്പൊ ഇതുമായിട്ട് പല പല കാര്യങ്ങളിലൂടെ ക്ലബ് ചെയ്യുമ്പോഴാണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പണിംഗിൽ തന്നെ സെല്ല് ചെയ്യണോ, ബൈ ചെയ്യണോ, എന്ത് ചെയ്യണോ എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത്. സോ അത്തരത്തിലുള്ള ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വർക്ക്ഷോപ്പിൽ പറയുന്നത് ഒരു കാരണം വെച്ചാലും യൂട്യൂബിലൂടെ എനിക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ഒരു 1-to-1 ഡിസ്കഷൻ പോലെ ഇരുന്ന് സംശയങ്ങൾ തീർത്ത് ഇങ്ങനെ കുറെ ലോജിക്കും കാര്യങ്ങളും മാർക്കറ്റ് സ്ട്രക്ചറും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ ആ ഒരു ഐഡിയ തലയിലോട്ട് കയറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ തന്നെ നിങ്ങളിത് പഠിച്ചതിന് ശേഷം ചാർട്ട് നല്ല രീതിയിൽ കണ്ണു തുറന്ന് നോക്കുക, എന്തൊക്കെ രീതിയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ പറയുന്ന ലോജിക്കായിട്ട് ക്ലബ് ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു 7 തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് CPR പ്രീവിയസ് ഡേയും കറണ്ട് ഡേയും ആയിട്ട് 7 സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി CPRനെ ബേസ് ചെയ്ത് മാത്രം സംസാരിക്കുകയാണ്. ഈ CPRന്റെ കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, മാർക്കറ്റ് ഇന്നടുത്ത് ഓപ്പൺ ആവുമ്പോൾ എന്തൊക്കെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തലയിലോട്ട് ഇട്ട് കൊടുക്കേണ്ട പരിപാടികളുണ്ട്. അതൊന്നും എനിക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ബേസിക് ആയിട്ടുള്ള CPRന്റെ കോൺസെപ്റ്റ് മാത്രമാണ് പറയുന്നത്, ഓപ്പണിംഗിൽ നിങ്ങളുടെ ലോജിക്കുമായിട്ട് ക്ലബ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ആരും ഇത് കേട്ടിട്ട് ഉടനടി പോയി ട്രേഡ് എടുക്കാതിരിക്കുക. ഇത് ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ഇതിനകത്ത് വേറെ പല കുറച്ച് ലോജിക്കൂടെ നമ്മൾ ഇടുമ്പോഴാണ് പെർഫെക്റ്റ് ട്രേഡർ നമ്മളെ കൊണ്ടാവാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ വേറെ വലിച്ചു നീട്ടലൊന്നുമില്ല. അത് ആദ്യമേ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഓക്കെ അങ്ങനെയാണ് വന്നു, ഇനി നമുക്ക് അങ്ങനെ അങ്ങ് അപ് ട്രെൻഡ് ആണെങ്കിൽ അപ് ട്രെൻഡ് ആയിട്ട് നമുക്ക് വിചാരിക്കാം, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിട്ട് വിചാരിക്കാം, എവിടെ എൻട്രി എടുക്കണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ഇതിനകത്ത് പറയുന്നത് എന്ത് നമുക്ക് ചിന്തിക്കാം. 2 ദിവസത്തിൽ CPR ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, അതിലൊരു ഓപ്പണിംഗ് ക്യാൻഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യം മാത്രം വളരെ ബേസിക് ആയിട്ട് 100-ൽ 10% മാത്രമായിട്ട് ഇത് കൂട്ടിയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഈ 10% നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിന് പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വർക്ക്ഷോപ്പിലോട്ട് വന്നാൽ മതി. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ തലയിലോട്ട് കയറ്റി തരാം. ഓക്കെ, അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു കംപ്ലീറ്റ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ ബെനിഫിഷ്യൽ ആയിട്ട് ഏതൊരു മലയാളിക്കും പച്ച മലയാളത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ പ്ലേലിസ്റ്റ് ആക്കി എവിടെയെങ്കിലും കൊടുത്തേക്ക് നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്ന് ചിലപ്പോൾ കുറച്ച് നീളാൻ സാധ്യതയുള്ള ഒരു എപ്പിസോഡാണ് ഇത്. കാര്യം തിയറി എന്നിട്ട് അതെങ്ങനെ പ്രാക്ടിക്കൽ, തിയറി അതെങ്ങനെ പ്രാക്ടിക്കൽ, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മേ ബി അത് നീണ്ടുപോകാം. പക്ഷെ ഒരുപാട് സംഭവങ്ങളും റെക്കറിംഗ് ആയിട്ട് വരുന്നതിനാണ്, ഒരേ രീതിയിലുള്ള സംഭവങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഓരോ സ്ലൈഡും പോസ്റ്റ് അടിച്ച് വെച്ചിട്ട് നിങ്ങളത് പിന്നെ വായിച്ചു നോക്കിയാലോ എങ്ങനെയാണെന്ന് വെച്ചാൽ മതി. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് മാക്സിമം തലയിലോട്ട് കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മറന്നു പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കമന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കുക. കമന്റിൽ റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് വീഡിയോസ് ഇടുന്നതാണ്. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് വരും. ചില ആൾക്കാരെ മിസ്സായി പോകും. അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിന്റെ ലിങ്ക് താഴെ ഉണ്ട്, നിങ്ങൾക്ക് എന്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കാം. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. എന്നാൽ പറ്റുന്ന രീതിയിൽ എത്ര ഡിലേ ആയാലും ഞാൻ ഒരാളുടെ വാട്സാപ്പിന് പോലും റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. എല്ലാവരും വാട്സാപ്പിൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ വേറെ ഒന്നും പറയാനില്ല. ലെറ്റ്സ് ജംപ് ഇൻ ദ ടോപ്പിക്.
അപ്പൊ ഈ CPR എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു സത്ത് എന്താണെന്നുള്ള കാര്യം നമ്മൾ മണി സോൺ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതാണ് ഇതിന്റെ എല്ലാം നാഴികക്കല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം. അതാണ് ആ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ CPR എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ, ഈ CPR എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ യഥാർത്ഥ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതിനാണ് നിങ്ങൾ മണി സോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കാണാൻ പറയുന്നത്. അപ്പൊ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിനകത്തോട്ട് വന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി മണി സോൺ വാല്യൂ ഏരിയ എന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. കംപ്ലീറ്റ്ലി CPR എന്ന് മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. സ്ലൈഡ് കാണിക്കുന്ന സമയത്താണ് ഞാൻ CPR എന്ന് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള 2 ദിവസത്തെ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ, 2 ദിവസത്തെ ഒരു സിനാരിയോ നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് പ്രീവിയസ് ഡേയെ കമ്പയർ ചെയ്തുകൊണ്ട് അന്നത്തെ ഡേയിൽ CPR എവിടെ വരുന്നു, ആ CPR വരുന്നതിന് ആനുപാതികമായിട്ട് അന്ന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ മാത്രം നിങ്ങൾ തലയിലോട്ട് കയറ്റി തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ. സോ നമുക്ക് നമ്മുടെ സ്ലൈഡിലോട്ട് പോകും. സോ അപ്പൊ അതിന് ഒന്നാമതായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഹയർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ഈ എഴുതിയേക്കുന്ന കണ്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ അങ്ങ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതൊന്ന് വായിക്കാം. ഓക്കെ. So this relationship occurs when the current day's pivot range is completely higher than the prior day's pivot range. Therefore, today's bottom central pivot is higher than the top of the prior day's pivot range. Simple. This is the most bullish relationship of 7 two-day combinations. Therefore, when this relationship develops, your initial directional bias will be bullish. If the price closed above its pivot range in the prior session, the market is positioned to move higher in the upcoming section. However, how the market opens the day will either confirm or reject this initial bias. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. If the market opens the day anywhere above the bottom of the pivot range, you will look to buy a pullback of the range ahead of a move to new highs. This is especially the case if the price opens above the top of the range. Okay, ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വായിച്ചു പോകുന്നത് കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആണ്. ഇത് ഞാൻ എന്താണ് ഇതിന്റെ സത്യം എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും ഇത് പറഞ്ഞു തരുന്നതാണ്. The most important factor that contributed to positive outcome was the acceptance of directional bias by the day's opening price. The fact that price opened the day above the bottom of the range indicate that the market sentiment remained bullish overnight. When this occurs, any pullback to the range will likely to be met with responsive buying activity. If the time frame had opened the session below the bottom of the central pivot range, a completely different outcome would have been result. That is, if the opening print had compared at or below CPR, price may use the central pivot range as a fade opportunity in order to push price to lower value. ഇതിപ്പോ ഞാൻ പക്കാ ഇല്ല സാറന്മാരെ പോലെ ആയിപ്പോയി. അതായത് പക്കാ ഞാനൊരു കണ്ടന്റ് എടുത്ത് വെക്കുന്നു, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പദ്ധതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഈ പറയുന്ന 7 സ്ലൈഡിൽ ഞാൻ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ലൈഡിലാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ അത് ആദ്യം കംപ്ലീറ്റ്ലി ഒന്ന് വായിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് പച്ച മലയാളത്തിൽ എപ്പോഴത്തെ പോലെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹയർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഹയർ വാല്യൂ റിലേഷൻഷിപ്പ്. എന്താണ് നമ്മൾ വാല്യൂ എന്ന് പഠിച്ചിട്ടുള്ളത്? വാല്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? CPR എന്ന് പറയുന്ന സംഭവം ഹയർ വാല്യൂ ഏരിയ, ലോവർ വാല്യൂ ഏരിയ, നടുക്കത്ത് സെൻട്രൽ പിവറ്റ് അല്ലെങ്കിൽ POC പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ. അപ്പൊ ഈ പറയുന്ന തലേ ദിവസത്തെ വാല്യൂ ഏരിയനെ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഡേയിലെ വാല്യൂ ഏരിയ കംപ്ലീറ്റ്ലി ഹയർ ആണെങ്കിൽ, തലേ ദിവസത്തെ പിവട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ CPR ഇന്നത്തെ ദിവസം അതിന്റെ മുകളിലാണെങ്കിൽ, അന്നത്തെ ദിവസം മോസ്റ്റ് പ്രോബബ്ലി ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതിന്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കേ. തലേ ദിവസത്തെ CPR എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് തൊട്ട് തലേ ദിവസത്തിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ചാണ് തലേ ദിവസത്തെ CPR വരുന്നത്. അപ്പോൾ ഈ ദിവസത്തെ ആ ഒരു കാൽക്കുലേഷനും അതിന്റെ വാല്യൂ ഏരിയയും കാര്യങ്ങളും കണക്കൂട്ടിയാണ് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നത്തെ ദിവസത്തെ CPR കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ CPR എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇന്നലെ എന്തായിരുന്നു വാല്യൂ ഏരിയ അല്ലെ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ, ആ ഏരിയയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? ഇന്നലത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്, മിനിഞ്ഞാന്നത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്നലത്തെ CPRനെ മിനിഞ്ഞാന്നും ഇന്നലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ CPR കമ്പാരിറ്റീവ്ലി സെന്റിമെന്റ്സ് ചേഞ്ച് ആയി, മുകളിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ അതാണ്, ഇതുകൊണ്ടാണ് പലരും എൻ്റെ അടുത്ത് പറയും വർക്ക്ഷോപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ പറഞ്ഞുകൂടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല, എനിക്കറിയാതെ. എന്നാലും ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഓക്കെ, വർക്ക്ഷോപ്പിലാകുമ്പോൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സമാധാനപരമായിട്ടിരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാൻ പറ്റും. ഇത് ഒരു ബേസിക് സംഭവം മാത്രമാണ്, നിങ്ങളൊന്ന് കേട്ട് നോക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി തലേ ദിവസത്തെ CPR ബേസ് ചെയ്ത് ഇന്നത്തെ ദിവസം CPR തലേ ദിവസം CPR കാട്ടി മുകളിലാണെങ്കിൽ മാർക്കറ്റ് സെന്റിമെന്റ് ചേഞ്ച് ആകുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. പക്ഷേ മേ ബി അത് അക്സെപ്റ്റ് ചെയ്യാം, അത് റിജക്ട് ചെയ്യാം, അല്ലെ? CPR മുകളിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് ഇതൊരു ഓപ്പൺ ആയിട്ടില്ല. തൊട്ട് തലേ ദിവസത്തെ വാല്യൂ ഏരിയ തലേ ദിവസത്തിന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മുകളിലാണെന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ 9:15 എവിടെ വേണമെങ്കിലും ഓപ്പൺ ആവാം. CPR മുകളിൽ ഓപ്പൺ ആവാം, CPR താഴെ ഓപ്പൺ ആവാം, എവിടെ വേണേലും ഓപ്പൺ ആവാം. അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഹയർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, തലേ ദിവസത്തെ CPR വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ CPR മുകളിലാണെങ്കിൽ, രണ്ടാമത് നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട കാര്യം, തലേ ദിവസം പ്രൈസ് ക്ലോസ് ആയേക്കുന്നത് അതിന്റെ CPR മുകളിലാണോ എന്ന് നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. അതായത് അവരുടെ വാല്യൂ ഏരിയയും കാട്ടി മുകളിൽ തന്നെ ആണോ കഴിഞ്ഞ ദിവസം ക്ലോസ് ആയേക്കുന്നത് നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ആയേക്കുന്നത് ഒരു ബുള്ളിഷ് സെന്റിമെന്റിലാണ്, നമ്മുടെ വാല്യൂ ഏരിയ കാണിച്ചിരിക്കുന്നത് ഒരു ബുള്ളിഷ് സെന്റിമെന്റിലാണ്. അപ്പൊ ഇനി മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ എന്നാണ് നമുക്ക് അറിയേണ്ടുള്ളത്. മേ ബി അത് വാട്ട് എവർ ദ ന്യൂസ്, എന്തോ ന്യൂസ് ആവാം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് റിസൾട്ട് ആവാം, വാട്ട് എവർ ഇറ്റ് വിൽ ബി. അപ്പോൾ എന്തായി കഴിഞ്ഞാലും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ CPR മുകളിൽ വന്ന് കഴിഞ്ഞിട്ട് ഓക്കെ 9:15 കഴിഞ്ഞിട്ട് മാർക്കറ്റ് അത് അക്സെപ്റ്റും ചെയ്തു, മാർക്കറ്റ് CPR മുകളിലാണ്, എനിവേർ എബവ് ദ ബോട്ടം ഓഫ് ദ CPR, അതായത് ഇന്നത്തെ ദിവസത്തെ ബോട്ടം CPR മുകളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ, അത് എവിടെ വേണമെങ്കിലും ആവാം, അന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയേക്കുന്നത് സെയിം ആ ഒരു ബുള്ളി സെന്റിമെന്റിൽ തന്നെയാണ്. സെന്റിമെന്റ്സിലൊന്നും ഇതുവരെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. നേരെ മറിച്ച് അന്നത്തെ ദിവസം CPR മുകളിലായിരിക്കാം, സംഭവമായിരിക്കാം, വാല്യൂ ഏരിയ ആയിരിക്കാം, തലേ ദിവസം നമ്മൾ പറഞ്ഞ കണക്കായിരിക്കാം. പക്ഷെ അന്നത്തെ ദിവസം ഓപ്പണിംഗിൽ തന്നെ ഒരു റിജക്ഷൻ ആണ് സംഭവിച്ചതെങ്കിൽ, വാല്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് തലേ ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാർ അടികൂടിയ സ്ഥലം, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് നടന്ന സ്ഥലം, പ്രൈസിനെ ബേസ് ചെയ്ത ഒരു ഫെയർ വാല്യൂ അവർ തർക്കം നടന്ന സ്ഥലമാണ് പിറ്റേ ദിവസം CPR ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതിന് താഴെ ഒരു റിജക്ഷൻ, ഒരു റെഡ് ക്യാൻഡിൽ തന്നെ ആദ്യം തന്നെ മാർക്കറ്റ് ബോട്ടം CPR താഴെ ഓപ്പൺ ആയിട്ട് അവിടുന്ന് റെഡ് ക്യാൻഡിൽ തന്നെ വരുവാണെങ്കിൽ അന്നത്തെ ദിവസം ഒരു ബെയറിഷ് ആവാനാണ്. സോ എനി പുൾ ബാക്ക്, എവിടെ വെച്ച് പുൾ ബാക്ക് കിട്ടിയാലും നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് അവിടെ വെച്ച് കൺസിഡർ ചെയ്യാം. തലയിലോട്ട് കയറാൻ വലിയ പാടായിരിക്കും എന്ന് എനിക്കറിയാം, പക്ഷെ വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ കൺവേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിവേ എന്തായാലും നമുക്ക് നോക്കാം, അല്ലെ? അപ്പോ ഇത് നമുക്കൊന്ന് സ്ലൈഡിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നാട്ടെ ഇതിപ്പോ പ്രീവിയസ് ഡേ വാല്യൂ ഏരിയ. ഈ വാല്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് തലേ ദിവസത്തെ ഏറ്റവും കൂടുതൽ പ്രൈസ് എവിടെയായിരുന്നോ വിഷയങ്ങൾ നടന്നിരുന്നത് ആ ഏരിയയാണ് നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ദിവസത്തെ മൂവ്മെന്റിൽ ഏറ്റവും കൂടുതൽ എവിടെ ആയിരുന്നു ആൾക്കാർ ഫെസിലിറ്റേറ്റ് പ്രൈസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പ്രൈസ് ടൈം റിലേഷൻഷിപ്പ് എവിടെയായിരുന്നു ഏറ്റവും കൂടുതലുള്ളത്, അതാണ് നമുക്ക് ഇന്നത്തെ ദിവസം കാണിച്ചു തരുന്നത്. അപ്പൊ ഈ പറയുന്ന ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന തലേ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് ഈ CPR മുകളിലുമാണ്. ഇന്നത്തെ ദിവസം CPR ഒരു ഹയർ വാല്യൂയിലുമാണ് ഓപ്പൺ ആയിരിക്കുന്നത്. നോക്കേ, തലേ ദിവസത്തെ ടോപ്പ് CPR മുകളിലാണ് ഇന്നത്തെ ദിവസത്തെ ബോട്ടം CPR. അതിനെയാണ് നമ്മൾ ഹയർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് അതൊരു അക്സെപ്റ്റൻസ് ആണ്, അതായത് ഒരു പച്ചക്കാൻഡിൽ തന്നെ ആണ് വരുന്നതെങ്കിൽ, എനിവേർ എബോവ് ദ ഓട്ടം ഒരു പച്ചക്കാൻ, അത് മേ ബി, അതാണ് ഞാൻ പറയാനുള്ളത്. ഇനി മേ ബി ഇതൊരു നല്ല ഗ്യാപ്പപ്പിലാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മ്യൂട്ടഡ് ആയുള്ള ഒരു ഓപ്പണിംഗിലാവാം. അപ്പം ഓരോ സ്ഥലത്തും എന്താ ചിന്തിക്കാനുള്ളത് പല പല ചിന്തകളാണ്. അതൊന്നും എനിക്ക് ഇതിൽ പറഞ്ഞ് നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റത്തില്ല, അതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എനിക്ക് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പറഞ്ഞുതരാൻ പറ്റില്ല. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് വന്നേക്കുന്നത്, നമുക്ക് ആ സൈഡിലോട്ട് ഒരു ഡയറക്ഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ഡയറക്ഷൻ, ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിലാണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമുക്കൊരു മൂവ്മെന്റ് പ്രഡിക്റ്റ് ചെയ്യാം. അപ്പൊ ഒരു പുൾ ബാക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് CPR എത്തുമ്പോൾ വീണ്ടും പുൾ ഓഫ് ചെയ്ത് താഴോട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഫെയ്ഡ് ഓപ്പർച്യൂണിറ്റി ടു സെൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് ഹയർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് സെയിം ആണ് ഈ പറയുന്ന ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മാറ്റമേ ഉള്ളൂ. എന്തായാലും ഒന്ന് വായിക്കാം. Overlapping higher value relationship which offers a moderately bullish outlook for the upcoming section. This relationship occurs when the today's pivot range is higher than the yesterday's range but overlaps to some degree. Therefore,
the top of the range is higher than the top of the yesterday's range, but the bottom of the range is lower than the top of the yesterday's range. പറഞ്ഞു തരാൻ കൺഫ്യൂഷൻ ആവണ്ട. The same closing and opening price dynamics are an effort for this relationship as well. Sorry, if the market closes above its range in the prior session, a bullish bias. Okay, ഒക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചത് ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. If it clearly opened the day with a gap above the day's central pivot range, which was clearly bullish, typically you will look to buy a pullback at the central pivot ahead of the push to new highs. However, in this case, price opened beyond the prior day's range and value, which is clearly a breakout opportunity. Okay, fine, whatever it will be. അതാണ് ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. അതിന്റെ ഒരു ഓവർലാപ്പിംഗ് ആ ഒരു ഹയർ വാല്യൂയുടെ ഇതെന്താന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ടോപ്പ് CPR വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തെ CPRന്റെ ടോപ്പ് CPR എന്ന് പറഞ്ഞാൽ മുകളിലാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ ബോട്ടം CPR എന്ന് പറയുന്നത് തലേ ദിവസത്തെ ടോപ്പ് CPRനെ കാട്ടി താഴെ ആയിരിക്കും. അതാണ് ഓവർലാപ്പിംഗ്. അതായത് ഒരു പോയിന്റ് ഓഫ് ഡിഗ്രി വരെ ഓക്കെ ബുള്ളിഷ് ആണ്, മോഡറേറ്റ്ലി ബുള്ളിഷ് ആണ്, ഫൈൻ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഴയ ചിന്തിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെയും ചിന്തിക്കാം. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായല്ലോ. ഓൾമോസ്റ്റ് എന്താണോ നമ്മൾ ഹയർ വാല്യൂ റിലേഷൻഷിപ്പിൽ പഠിച്ചത് ആ സെയിം കാര്യം തന്നെയാണ് ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ റിലേഷൻഷിപ്പിൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഒരു സം ഡിഗ്രി ഒരു എന്താ പറയുക, കംപ്ലീറ്റ്ലി മറ്റേതുപോലെ ഒരു ഹയർ ബുള്ളിഷ് ഓപ്ഷൻ അല്ല, ഒരു മോഡറേറ്റ് ബുള്ളിഷ് ഓപ്ഷൻ ആണ് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കിട്ടുന്നത്. ഇതൊന്നും നോട്ട് ഓൾവേസ്, ഞാൻ ഇപ്പോഴും പറയാണ്, കംപ്ലീറ്റ്ലി ഇതല്ല. ഇതിൽ വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് ചെയ്യണം. ആ ഒരു CPR എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ചൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാത്രം വെക്കാതെ അതിന്റെ ഈ ഒരു ഉള്ളടക്കമൊക്കെ എന്താന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ സിനാരിയോ നമുക്ക് നോക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ ലോവർ വാല്യൂ റിലേഷൻഷിപ്പ് എന്ന് പഠിക്കുന്നത്. പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ എന്താണോ പഠിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ലോവർ വാല്യൂ റിലേഷൻഷിപ്പ് വിച്ച് ഒക്കേഴ്സ് when the current day's pivot range is completely lower than the prior day's pivot range. This is the most bearish two-day relationship and typically leads to further weakness should the current day's opening price confirm the directional bias. If price opens the session below the central pivot range, you will look to sell any pullback to the range ahead of a drop to new lows within the current trend. ഓക്കെ, ഇതൊന്നും ഞാൻ ഇനി വായിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുക. അതിനുശേഷം കാര്യം എപ്പോഴും നമ്മളൊരു റെപ്പറ്റീഷൻ വരുത്തേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി ഞാൻ മറ്റേതിൽ പറഞ്ഞതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഈ കാണുന്ന സംഭവം. നിങ്ങൾ വേണമെങ്കിൽ ഇത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സബൂറായിട്ട് ഇരുന്ന് വായിച്ചു നോക്കാം. അതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ എന്താണോ ഹയർ വാല്യൂ റിലേഷൻഷിപ്പിൽ പഠിച്ചത് എക്സാക്ട്ലി അതിന്റെ ഓപ്പോസിറ്റ് ആണ്. പ്രീവിയസ് ഡേ റേഞ്ചിനെ വെച്ച് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി പ്രീവിയസ് ഡേ ബോട്ടം CPRന്റെ താഴെയാണ് ഇന്നത്തെ ദിവസത്തെ എബോവ് CPR എങ്കിൽ ഓൾറെഡി വാല്യൂ ഏരിയ തലേ ദിവസം ബെയറിഷ് ആണെന്ന് നമുക്ക് മനസ്സിലായി. തലേ ദിവസം ഒരു ബെയറിഷ് മൂവ്മെന്റ് ആയിരുന്നു, അതിന്റെ വാല്യൂ ഏരിയയാണ് ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലായി. സോ ഇവിടുന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ എനി പുൾ ബാക്ക് ഓപ്പർച്യൂണിറ്റി നമുക്കൊരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സെല് ചെയ്യാനായിട്ട്. അതുപോലെ ഇങ്ങനൊരു സെന്റിമെന്റ്സ് വന്നിട്ട് പിറ്റേ ദിവസത്തെ ഓപ്പണിംഗിൽ മേ ബി അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് വിൽ ബി, എന്തോ ആയിരിക്കാം, മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ചേഞ്ച് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു ബെയർ സെന്റിമെന്റ്സിൽ സംഭവം CPR വന്നിട്ട് ഈ CPRന്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരിക എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ സെന്റിമെന്റ്സ് ചേഞ്ച് ആയെന്നല്ലേ അതിന്റെ അർത്ഥം. കാര്യം എന്തുകൊണ്ടാണ്, തലേ ദിവസത്തെ സെന്റിമെന്റ്സ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇന്നത്തെ ദിവസത്തെ CPRന്റെ മുകളിലാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നതെങ്കിൽ ആ ഒരു സെന്റിമെന്റ്സ് ചേഞ്ച് ആയെന്ന് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കാൻ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ എക്സാക്ട്ലി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താണോ ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ റിലേഷൻഷിപ്പിൽ പഠിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ ഓരോ ദിവസവും CPR എടുത്തിട്ട് അതിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി നിങ്ങൾ ഈ 2 ദിവസം ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എപ്പോഴും തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ടെലഗ്രാമിൽ ചാർട്ട് ഷെയർ ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആയാലും മനസ്സിലാവും. എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ക്ലബ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എന്താ പറയുന്നത്, ലോസസ് വരില്ല. കംപ്ലീറ്റ്ലി 100% നിങ്ങൾ എല്ലാ ട്രേഡും പ്രോഫിറ്റ് ആയിരിക്കും എന്നല്ല പറയുന്നത്. ചെയ്യുന്ന കാര്യം യുക്തിയോടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു പറ്റിപ്പോയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഒരിക്കലും വിഷമിക്കില്ല. കാര്യം നമ്മൾ യുക്തിപരമായിട്ടാണ് ഒരു മൂവ്മെന്റ് നടത്തിയേക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും
എക്സാക്ട്ലി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അതാണ് അതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. തലേ ദിവസത്തെ ബോട്ടം CPR വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ മുകളിലായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ടോപ്പ് CPR. അപ്പൊ അതെന്താണ്, ഓൾമോസ്റ്റ് ഒരു മോഡറേറ്റ്ലി കഴിഞ്ഞ ദിവസവുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് സെന്റിമെന്റ്സിൽ വലിയ ചേഞ്ച് രണ്ട് ചാർട്ടുമായിട്ട് നോക്കുമ്പോൾ കാണത്തില്ല. പക്ഷേ ഇത് എവിടെ വെച്ചാണ് നമ്മളൊക്കെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? അത് എവിടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു, ഏത് തരത്തിലുള്ള ക്യാൻഡിൽ വരുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ക്ലബ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നത്, നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കണം എന്നൊരു ഐഡിയ കിട്ടുന്നത്. അതുപോലെ ഇനി നെക്സ്റ്റ് അൺചേഞ്ച്ഡ് വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് വളരെ സൂക്ഷ്മപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അത്യാവശ്യം ഒരു മാന്യമായിട്ടുള്ള റിസ്ക് ഉള്ള ഒരു ദിവസമായിരിക്കാം, പക്ഷേ ഹൈയസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന, നമുക്ക് അന്നത്തെ ദിവസം രാവിലെ അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ ബാലൻസ് കഴിഞ്ഞ ഒരു ട്രേഡിൽ എൻ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് വരെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ദിവസമാണ് ഇതെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വായിക്കാം. The two-day unchanged value relationship occurs when the current pivot range is virtually unchanged from the prior day's range. Of the 7 two-day relationship, this is the only one that can project two very different outcomes, posing a bit of a dichotomy. On the one hand, a two-day neutral pivot range indicates that the market is satisfied with the facilitate of trade within the current range. When this occurs, the market will trade quietly within the boundaries of the existing 2 or 3-day trading range. Okay, fine. പക്ഷേ on the other hand, however, a 2-day unchanged pivot range relationship can indicate the market is on the verge of a major breakout opportunity. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. A 2-day unchanged pivot range relationship can indicate the market is on the verge of a major breakout opportunity, similar to when the market has formed 2 or more point of control that are unchanged. The outcome is typically driven by the opening print of the current session. Okay, fine. If the market opens the day near the prior day's closing price and well within the prior day's range, the market will likely lack the conviction necessary for a breakout attempt. If the opening print occurs beyond the prior day's price range or very close to an extreme, the chances are good that a breakout opportunity may lay ahead. Okay, fine. അതെല്ലാം വിട്ടേക്ക്. നമ്മൾ ഇംഗ്ലീഷുകാർ, നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മൾ പുറത്താക്കി, അതെല്ലാം വിട്ടേക്ക്. അത് ഞാൻ വായിക്കാൻ വേണ്ടി ജസ്റ്റ് ചുമ്മാ വായിച്ചതേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഹയർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ്, ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ്, ലോവർ വാല്യൂ റിലേഷൻഷിപ്പ്, ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ്. അത് കഴിഞ്ഞിട്ട് വരുന്ന അഞ്ചാമത്തെ ഒരു സംഭവമാണ് അൺചേഞ്ച്ഡ് വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ്. അപ്പോൾ അത് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. തലേ ദിവസത്തെ വാല്യൂ ഏരിയയും കറണ്ട് ദിവസത്തെ വാല്യൂ ഏരിയയും സെയിം. അതായത് തലേ ദിവസത്തെ CPRും കറണ്ട് ഡേയിലെ CPRും എക്സാക്ട്ലി സെയിം. നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വെർച്വലി ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിന്റെ സെന്റിമെന്റ്സിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും വന്നിട്ടില്ല. അപ്പോൾ 2 ഡേ അങ്ങനെ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ് മാർക്കറ്റ്. മിനിഞ്ഞാന്നത്തെ ദിവസം ഡേ ബിഫോർ യെസ്റ്റർഡേ എന്തായിരുന്നു സെന്റിമെന്റ്സ്, അതേ സെന്റിമെന്റ്സിലായിരുന്നു പ്രീവിയസ് ഡേയിൽ നിൽക്കുന്നത്. 2 ദിവസം ഒരുപോലെ ഒരു സെന്റിമെന്റ്സിൽ നിൽക്കുക. മാർക്കറ്റിൽ ഒരു തരത്തിലുള്ള മൂവ്മെന്റോ കാര്യമോ, മൂവ്മെന്റ് മീൻസ് വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു സെന്റിമെന്റ്സിൽ ചേഞ്ച് ഒന്നും കാണത്തില്ല. ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ ഇങ്ങനെ നിൽക്കുന്നു. സോ ദ കറന്റ് ഡേയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മുടെ CPR നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? മാർക്കറ്റിന്റെ സെന്റിമെന്റ്സിൽ ഒരു ചേഞ്ച് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ ഇനി എന്താണ് വേണ്ടത്? നമുക്കൊരു ഇനിഷ്യേറ്റീവ് ബയേഴ്സിന്റെ ഒരു ആക്ഷൻ ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സിന്റെ ആക്ഷൻ ആണ് വേണ്ടത്. സോ അത്തരത്തിലുള്ള ഒരു ആക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ മാർക്കറ്റ് അന്നത്തെ ദിവസം വീണ്ടും എക്സാക്ട്ലി തലേ ദിവസം ഏത് ക്ലോസിംഗ് പ്രൈസ് റേഞ്ചിലാണോ ഓപ്പൺ ആവുന്നത്, തലേ ദിവസം ക്ലോസ് ചെയ്ത ഒരു പ്രൈസിലാണ് ഇന്നത്തെ ദിവസം ഓപ്പൺ ആവുന്നതെങ്കിൽ എഗെയിൻ ലാക്ക് ഓഫ് കൺവിക്ഷൻ ആണ്. അവിടെ നമുക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഐഡിയയോ കാര്യങ്ങളോ അപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. കാര്യം എന്തുകൊണ്ടാണ്? സെന്റിമെന്റ്സിൽ ഒരു ചേഞ്ച് വന്നിട്ടില്ല. തലേ ദിവസം എവിടെയാണ് ക്ലോസ് ചെയ്തത് ഓൾമോസ്റ്റ് ആ ഒരു പോയിന്റിൽ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിൽ ചേഞ്ച് ആവാതെ CPR വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, മാർക്കറ്റിന്റെ സെന്റിമെന്റ്സിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും വരുന്നില്ല. സോ ഒരു ഗ്യാപ്പ് അപ്പോ ഒരു ഗ്യാപ്പ് ഡൗണോ വന്നു കഴിഞ്ഞാൽ ഹൈലി അതൊരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ആ ഒരു സൈഡിലോട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ് വിത്ത് ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് ആൻഡ് പൊസിഷൻ സൈസിങ്. ഓക്കെ, ഒന്നുമില്ല, വേറെ സംഭവമൊന്നുമില്ല. അതായത് എക്സാക്ട്ലി നമ്മുടെ ആ ഒരു സെന്റിമെന്റ്സിൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗണോ വന്നു കഴിഞ്ഞാൽ, ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ചേഞ്ച് ആയി. മേ ബി അത് ഗുഡ് ന്യൂസ് ആണെങ്കിൽ ഒരു അപ്പർ സെന്റിമെന്റ്സ് ആയിരിക്കും, ബാഡ് ന്യൂസ് ആണെങ്കിൽ അത് ലോവർ സെന്റിമെന്റ്സ് ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ആ ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസിന്റെ കൂടെ നമുക്കങ്ങ് പോവാം. കാര്യം 2 ദിവസത്തെ മാർക്കറ്റ് സെന്റിമെന്റ്സ് ആണ്. അപ്പൊ അവിടെ ഒരു ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് എൻ്റർ ആകുമ്പോഴത്തേക്ക് അവർ ഹ്യൂജ് രീതിയിലായിരിക്കും വോളിയോ ആയിട്ട് അവർ വരുന്നത്. അപ്പൊ റെസ്പോൺസീവ് ബയേഴ്സിനെയോ റെസ്പോൺസീവ് സെല്ലേഴ്സിനെ കൊണ്ട് അത് പിടിച്ചു നിർത്താൻ പറ്റില്ല. സോ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക്. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ഒരു സ്ലൈഡും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് ആ സ്ലൈഡ് എന്ന് പറയുന്നത്. വെർച്വലി നമുക്ക് ഒരു രീതിയിലുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതിനുശേഷം
നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സെന്റിമെന്റ്സിൽ നിന്ന് ചേഞ്ച് ആയി നല്ലൊരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി അപ്പ് സൈഡിലോട്ടോ ഡൗൺ സൈഡിലോട്ടോ കിട്ടിയാൽ നമുക്ക് ആ സൈഡിലോട്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ അതിനുശേഷം ഔട്ട്സൈഡ് വാല്യൂ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അപ്പൊ ഇതിന് നിങ്ങൾ ഈ ആരും പിക്ചർ ആദ്യം നോക്കുക. അപ്പൊ അതിനുശേഷം ഞാൻ വായിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. കണ്ടല്ലോ, ഇതാണ് പിക്ചർ എന്ന് പറയുന്നത്. Outside value relationship occurs when the current day's pivot range completely engulfs the prior day's range. Okay, fine. This two-day relationship typically implies sideways or trading range activity as the market is happy with the current facilitation of trade in the current price range. The width of the pivot range will usually lead us to this conclusion as well, since a wide range will usually indicate trading range behavior. Since a wide range will usually indicate trading range behavior. Fine. Which we will discuss shortly. Okay, I will usually stand aside and look for a better opportunity in a different market as the conviction necessary for an intraday movement is clearly not present. The loan expectation is when a clear trading range environment has formed, which can then offer nice intraday moves within the boundaries of an established range. Fine. അപ്പോൾ ഇത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതായത് ഇത്തരത്തിലുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ ഇൻട്രാഡേ പ്ലേയേഴ്സിനെ, ഇപ്പം CPR ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ഇൻട്രാഡേ പ്ലേയേഴ്സ് ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ട്രാപ്പ് ആയി പോകുന്ന ഒരു തരത്തിലുള്ള ദിവസമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ആസ് ആൻ ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ സ്ട്രാഡിലോ അല്ലെങ്കിൽ സ്ട്രാങ്കിലോ ഒക്കെ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന ദിവസം എന്ന് പറയുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? തലേ ദിവസത്തെ CPRനെ കംപ്ലീറ്റ്ലി എൻഗൾഫ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം CPR വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ആ ഒരു വാല്യൂ ഏരിയ റേഞ്ച് എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ്. സോ ഇപ്പൊ ഒരു മാർക്കറ്റ് ഒരു വൈഡ് മൂവ്മെന്റ് നടക്കണമെങ്കിൽ ഈ പറയുന്ന ഇത്രയും ഏരിയാസിനെ ബ്രേക്ക്ഔട്ട് ചെയ്ത് വേണം വരാൻ. ഇത് കൂടാതെ ഒരു വൈഡർ CPR ആണെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിരിക്കാം. സോ ആ ഒരു വൈഡർ CPR തൊട്ട് തലേ ദിവസത്തിന് എൻഗൾഫ് ചെയ്തുകൂടെ വരുവാണെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്കൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നോട്ട് 100%. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. സോ ഇത്തരത്തിലുള്ള മൂവ്മെന്റ് നമുക്ക് റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് എന്തൊക്കെ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി ആണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അപ്പൊ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസൈഡ് വാല്യൂ റിലേഷൻഷിപ്പ്. ഇൻസൈഡ് വാല്യൂ ഏരിയ സിനാരിയോ വിച്ച് ഒക്കേഴ്സ് when the current day's pivot range is completely inside the prior day's range. ഇതാണ് നിങ്ങൾ പിക്ചർ അങ്ങ് ആദ്യം കണ്ടോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇതാണ് പിക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോ ഇനി ഇത് വായിക്കാം. This two-day relationship typically implies a breakout opportunity for the current session as the market is likely winding up ahead of a breakout attempt. If the market opens the day beyond the prior day's price range, there is a very good chance that initiative participants will enter the market with conviction in order to push price to a new value. Since market sentiments has clearly changed overnight, the one factor that I really like to see when this relationship develops is a noticeable difference in width between the two pivot range. If the prior day's pivot range is noticeably wider than the inside pivot range, then you are more likely to see a breakout opportunity, especially if the current day's pivot range is very narrow. If both pivot range are virtually the same width but technically meet the inside requirement, the rate of success will noticeably drop. Okay, fine. അതായത് ഇത് വേറൊന്നുമല്ല പറയുന്നത്, ഇത് നമ്മൾ ഇത്രയും ചിന്തിച്ചു നോക്കിയാൽ തലേ ദിവസം ഒരു വലിയ CPR ആണ്, പക്ഷെ ഇന്നത്തെ ദിവസം നോക്കുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ഒരു CPR ആണ്. എന്നാൽ അത് തലേ ദിവസം CPRന്റെ അകത്തുമാണ്. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? തലേ ദിവസം മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഒരു നാരോ CPR വരുന്നത്. സോ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു കൺസോളിഡേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം അതിൽ നമുക്ക് ഹൈ ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2-day റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് നല്ലൊരു കൺവിക്ഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു സൈഡ് തലേ ദിവസത്തെ ഒരു പ്രീവിയസ് ഡേ ഹൈയോ പ്രീവിയസ് ഡേ ലോയോ ഒക്കെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് എൻ്റർ ആയത് നമുക്ക് 100% വിശ്വസിക്കാം. നമുക്ക് അവരോടൊപ്പം നമുക്ക് ട്രേഡിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഒരു 7 തരത്തിലുള്ള 2-day റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഉള്ള സംഭവം എന്ന് പറയുന്നത്. അതായത് CPR മുകളിൽ വന്നാൽ എന്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, CPR താഴെ വന്നാൽ എന്താണ്, CPR അൺചേഞ്ച്ഡ് ആയാൽ എന്താണ്, CPR ഔട്ട്സൈഡ് ആണെങ്കിൽ എന്താണ്, CPR ഇൻസൈഡ് ആണെങ്കിൽ എന്താണ്. അപ്പൊ ഇങ്ങനെ പല പല രീതികൾ, ഈ പറയുന്ന 7 രീതികൾ മാത്രമേ മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഈ 7 രീതിയിൽ ഇനി മാർക്കറ്റ് പലയിടത്തായിട്ട് ഓപ്പൺ ആകുമ്പോൾ എന്ത് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതിലാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കഴിവിരിക്കുന്നത്. അപ്പൊ അതുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നല്ലൊരു ട്രേഡർ നിങ്ങൾക്ക് ആവാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. പതുക്കെ ചാർട്ടിൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് നോക്കി ബാക്കിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി പല പല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് സോൺസ് ഒക്കെ മാർക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും.
പിന്നെ എന്നാൽ പറ്റുന്ന രീതിയിൽ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവരെല്ലാം നമ്മൾ ഡെവലപ്പ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സീരിയസ്ലി നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം അതിനകത്തും ഇപ്പോഴും വളരെ ലോ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം അവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതുപോലെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചാർട്ട് റീഡ് ചെയ്യുന്നതിന് മുന്നേ ചാടിപ്പോയി ട്രേഡ് എടുക്കുന്നതിന് പറ്റുന്ന പരിപാടികളാണ്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ചാർട്ട് നോക്കി അതിനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ട്രേഡിലോട്ട് നിങ്ങൾ എൻ്റർ ആവുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം ഇതാണ്, ഈ നമ്പറിൽ കോൺടാക്ട് ആണ്, ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മേ ബി ഇനി എന്നത്തേക്കാണെന്നുള്ള ടൈം ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല. നമ്മൾ തേർഡ് ബാച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞതാണ്. ഇനി മേ ബി ഒരു ചെറിയൊരു ഡിലേ വരാം. അപ്പോൾ എന്നാലും അത് രജിസ്ട്രേഷൻ ക്ലോസ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോൾ അത്രേ പറയാനുള്ള, വേറൊന്നും പറയാനില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.